താമരയുടെ ഒരു തണ്ട്, അതായത് മണ്ണിനടിയിലെ തണ്ട്, മൂലകാണ്ഡം എന്നൊക്കെ പറയും, ആ മുറിച്ചെടുത്ത് ഈ പെയിൻറ്റ് വാട്ടയിൽ നട്ടതാണ്. വെള്ളം നിറച്ചിട്ട് അത് ഉണങ്ങിപ്പോയി. ഇന്നാളൊരെണ്ണം ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ഉണങ്ങിപ്പോയി. അപ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി, ആ പാട്ട ഉപയോഗിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അടുത്ത് ഒരു തക്കാളി വിത്ത് ടൈൽസിൻ്റെ ഇടയിൽ വീണിട്ട് ടൈൽസിൻ്റെ ഇടയിലൊരു തക്കാളി തൈ മുളച്ച് വന്നിട്ടായിരുന്നു. അതാണ് ഈ കാണുന്ന തൈ. അപ്പോൾ സാധാരണ ഞാൻ ചെടി പറിച്ച് നടുമ്പോൾ മൺകോരി കൊണ്ട് അതിൻ്റെ കടക്കുള്ള മണ്ണടക്കം കോരി എടുത്തിട്ടാണ് ചെടി അറിയാത്ത രീതിയിൽ നിന്നാണ് ഞാൻ പറയാം. മണ്ണിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് മൺകോരി കൊണ്ട് കുറേ മണ്ണടക്കം കോരി എടുത്തിട്ട് ആ ചട്ടിയിലങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കും, നനച്ചും കൊടുക്കും. എന്നിട്ട് തണലത്തും വയ്ക്കും. അപ്പോൾ അത് ചെടി അറിയുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് പിടിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ തക്കാളി ചെടിക്ക് അങ്ങനെ യാതൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാരണം ടൈൽസിൻ്റെ ഇടയിൽ മുളച്ച് വന്നതായതുകൊണ്ട് അത് നേരെ ഇങ്ങോട്ട് പറിച്ചെടുക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. മണ്ണുമില്ല, ഒന്നുമില്ല. അപ്പോൾ ചെടിക്ക് വേരിന് കേട് പറ്റിയിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ ചട്ടിയിലേക്ക് അങ്ങ് നട്ടു. ഈ ചെടിച്ചട്ടിയല്ല, ഈ പെയിൻറ്റ് വാട്ടയിലേക്ക് അങ്ങ് നട്ടു. അപ്പോൾ അതിൽ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് വേര്, അതായത് ചെടി വാടിപ്പോവില്ല. കാരണം വെള്ളം എന്തായാലും ഉള്ള വേര് വലിച്ചെടുത്തോളും. പോരാത്തതിന് ഡ്രിപ്പ് ഇറിഗേഷനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ചെടി ഒന്ന് വളർത്തി കിട്ടുക എന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ അതിനുള്ള സൂത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. ഒരുപ്പോൾ പിറ്റേ ദിവസവും ഒരു 2 ദിവസമായി തോന്നുന്നുണ്ട് ഇത് ക്ലിപ്പ് എടുത്തിട്ട്. ഇതുവരെ തിരക്കില്ലാതെ നിൽക്കുന്നുണ്ട്. ഈ ചെടിച്ചട്ടിയല്ല, പെയിൻറ്റ് വാട്ടിക്ക് അടിയിൽ ദ്വാരമുള്ളതുകൊണ്ട് വെള്ളം ഫുൾ ടൈം നിൽക്കില്ല. ഞാനൊരു ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ടാങ്ക് നിറച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ദൂരെയുള്ള ചെടിയായതുകൊണ്ട് തുടക്കത്തിലുള്ളിടത്തേക്ക് പിറ്റേന്ന് രാവിലെ വരെ വെള്ളം ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ രാവിലെ ആകുമ്പോഴേക്കും ഡ്രിപ്പിങ് നിൽക്കും. എന്നാലും നല്ല നന ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഈ പരീക്ഷണം നടക്കുന്നത്. അല്ലാണ്ട് തക്കാളിച്ചെടി വെള്ളത്തിൽ വളർത്താനുള്ള പരീക്ഷണമല്ല. അത് മുമ്പ് നടത്തിയിരുന്നു, അത് ശരിയായില്ല.